വല്യമ്മേ. ആ മോളെ, ഞങ്ങൾ ഇന്ന് വീട്ടിൽ വന്നിരുന്നു. അപ്പോഴേക്കും നീ സൂര്യൻ പോയി. അതെ വല്യമ്മേ, വല്യമ്മയും വല്യച്ഛനും വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏയ് അതൊന്നും സാരമില്ല മോളെ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞല്ലോ. ഒരുപാട് സന്തോഷമുണ്ട് മോളെ. പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല വല്യമ്മേ. ഭാമ ഒരു പാവോ. മോളെ, അതൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. അവള് ചെയ്യുന്നത് വലിയൊരു കാര്യമാണ് മോളെ. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് അവളോട് അത്രയ്ക്ക് ബഹുമാനമുണ്ട്. വല്യച്ഛനും വല്യമ്മയും ഭാമയെ പോയി കണ്ടിരുന്നു എന്ന് അവള് വിളിച്ചപ്പോ പറഞ്ഞു. അതേ മോളെ, ആ അമ്പാലികയെ വിശ്വസിച്ചുകൂടാ. ഭാമയെ എന്തടിസ്ഥാനത്തിലായി ഇങ്ങനൊരു കാര്യത്തിന് നിർബന്ധിച്ചതെന്ന് അറിയില്ലല്ലോ. എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ട് വല്യച്ഛ. പിന്നെ അഭിയെ പറ്റി നമുക്കറിയാലോ, അതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. അഭിയെ മോള് കണ്ടിരുന്നോ? ഇല്ല വല്യച്ഛ, എന്നെ വിളിച്ചിരുന്നു. എനിക്ക് അഭി ഇങ്ങോട്ടാ ധൈര്യം തന്നത്. രണ്ടു മക്കൾക്കും അമ്പാലികയുടെ യാതൊരു സ്വഭാവ ദോഷവും ഇല്ല മോളെ. അത് തന്നെ വലിയ കാര്യമല്ലേ. അതെ മോളെ, നാളെ ഞങ്ങളും കൂടെ വരണോ? വേണ്ട വല്യമ്മ, ഞങ്ങള് 4 ആളുണ്ടല്ലോ, അത് തന്നെ ധാരാളം. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിച്ചോളാം. മോളെ, ഇതിപ്പോ ചെക്കപ്പും ടെസ്റ്റും അല്ലേ ഉള്ളൂ. അതെ വല്യച്ഛ. മോളെ, ഗായത്രിക്ക് നീ വേണം ധൈര്യം കൊടുക്കാൻ. അറിയാലോ, നിന്റെ ജീവിതവും ഭാമയുടെ ജീവിതവും എന്താവും എന്നുള്ള ചിന്തയിലാ ഗായത്രി. അറിയാം വല്യമ്മ, എല്ലാം കാണുന്ന ഈശ്വരൻ തന്നെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ശരി മോളെ, നാളെ പോണ്ടതല്ലേ. വല്യമ്മ പിന്നെ വിളിക്കാട്ടോ. ശരി വല്യമ്മ. പാവം, അവക്ക് നല്ല വിഷമമുണ്ട് പപ്പേട്ട. അത് പിന്നെ കാണാതിരിക്കൂ. ഇനിയെങ്കിലും അവക്കൊരു നല്ല ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. അബി, എന്റെ മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. താൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട പാമേ. ഇപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്നത് തെറ്റായ കാര്യമല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കും അങ്ങനെ തന്നെ അബി. ശരിക്കും പറഞ്ഞ ചേച്ചിക്ക് വേണ്ടിയല്ല, എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നൊരു ഫീല്. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടല്ലേ ഭാവനേച്ചി എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. നേര് പറഞ്ഞ ഭാവനേച്ചിക്ക് ഇപ്പോഴും നീ ഇങ്ങനൊരു ത്യാഗം ചെയ്യുന്നതിനോട് യാതൊരു സന്തോഷവും ഇല്ല. അതെനിക്കറിയാം അബി. അല്ലെങ്കിലും ചേച്ചിക്ക് ആരെ ആശ്രയിക്കുന്നത് പണ്ടേ ഇഷ്ടമല്ലല്ലോ. പക്ഷേ ഇങ്ങനൊരു നീക്കം എന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ചേച്ചി ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. ഇനി നാളെ എന്തെങ്കിലും ചെക്കപ്പിന് തടസ്സം വരുവാമേ. എന്നാ ഭാവനേച്ചി സൂര്യണ്ണും ആകെ തളർന്നു പോകും. അബി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എനിക്കിതുവരെ ശാരീരികമായ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അച്ഛൻ നമ്മോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഒരു സമാധാനമുണ്ട്, അല്ലേ പാമേ? അതെ അബി, എനിക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങളാ അച്ഛൻ പറഞ്ഞു തന്നെ. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ എനിക്ക് തോന്നിയത്. പിന്നൊരു കാര്യം അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും അനിമാവനെ വിശ്വസിക്കരുത്. ഇതേ, നമ്മൾ കരുതുന്ന പോലെ ഒരാളല്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാലോ. അതൊക്കെ എനിക്ക് അറിയാം അബി. ഞാൻ ഒന്നും മറന്നിട്ടുമില്ല. അന്നെന്നോട് പറയാ ഭാവനേച്ചിയോടുള്ള ദേഷ്യം കൊണ്ടാ എന്നോട് മോശമായി പെരുമാറിയതെന്ന്. അല്ലാതെ എന്നോട് ഒരിക്കലും ഒരു വിരോധം ഇല്ലാന്ന്. ബെസ്റ്റ്. എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് വാങ്ങിയിട്ട് ഒരു ഉടുപ്പും ഇല്ലാണ്ട് വീണ്ടും ഇവിടെ കയറി വന്നത്. അതൊക്കെ കൊണ്ടാവും അച്ഛൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞേ. അമ്മ അഭയം കൊടുത്തിടത്തോളം കാലം അനിമാവൻ വീണ്ടും വരും. നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം നിന്നാ മാത്രം മതി. എനിക്ക് താൻ കിടന്നോ, നാളെ രാവിലെ പോകണ്ടല്ലേ. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ചേച്ചി. ഭാമേ, നീ ഓക്കെ ആണല്ലോ അല്ലേ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? എന്തോ എന്റെ മനസ്സിനൊരു വെപ്രാളം പോലെ. നീ ഈ ചേച്ചിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഒരു നിസ്സാര കാര്യമല്ലല്ലോ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ചേച്ചി. നിനക്ക് തോന്നുന്നില്ലെങ്കിലും എനിക്ക് അതത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്നില്ല ഭാമേ.
ചേച്ചി വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കണ്ട. നാളത്തെ ചെക്കപ്പിൽ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും വരില്ല ഭാമേ, അതെനിക്ക് ഉറപ്പാ. എനിക്കും അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. അപ്പൊ നാളെ ഞങ്ങള് അതുവഴി വന്നാ മതിയല്ലോ? മതി ചേച്ചി, ഞാനും അബി ഇവിടെ റെഡിയായി നിൽക്കാം. മോളെ കൂടി നീ കൊണ്ടുവാ, ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട ചേച്ചി, ഇവിടെ അമ്മ ഉണ്ടല്ലോ, അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞു. എന്നാ ശരി ഭാമേ, നാളെ കാണാം. ശരി. ഹാ. അവക്കൊരു പ്രശ്നമില്ല സൂര്യ, അവള് ഹാപ്പിയാ. കണ്ടു ഭാവന, ഭാവനയെക്കാൾ ഹാപ്പിയാ ഭാമ. ഭാവന എന്ന് പറഞ്ഞാലേ ഭാമയ്ക്ക് വലിയ കാര്യമാണല്ലേ. എന്നോട് മാത്രല്ല മനസ്സ, സൂര്യയോടും അവക്ക് തീർത്താ തീരാത്തൊരു കടപ്പാടുണ്ട്. എത്ര തവണയാ ഭാമയെ സൂര്യ രക്ഷപ്പെടുത്തിയെന്ന് അറിയോ നിനക്ക്? ഇവിടെ ഇപ്പോ തന്നോടുള്ള ഇഷ്ടവും ബഹുമാനവും ഒക്കെ തന്നെയാ ഭാമ ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം. അവക്ക് നല്ലൊരു മനസ്സുണ്ട് മനസ്സ. കുഞ്ഞുനാളിലെ അവള് പാവം കുട്ടിയായിരുന്നു, ആരോടും അധികം സംസാരിക്കാനൊന്നും പോവില്ല. പക്ഷെ ഇപ്പോ അതൊക്കെ മാറി, ശരിക്കും ഒരു കുടുംബിനിയായി. അതുകൊണ്ടായിരിക്കും ഇതുപോലൊരു ബോൾഡായ തീരുമാനം എടുക്കാൻ ഭാമയ്ക്ക് തോന്നിയത്. എന്തായാലും ഇപ്പൊ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. സൂര്യ, അംബാലികേന്റെ ഞാനൊന്ന് വിളിക്കണോ? ചിലപ്പോ ഞാനൊരു വാക്ക് പറഞ്ഞില്ല എന്ന് ആന്റിക്ക് തോന്നിയാലോ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇല്ല. ആദ്യം നാളത്തെ ദിവസം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഭാവന, ആൻ ലീവിലാണോ ഭാവന? കണ്ടില്ല. ആ, അവളിന്ന് ലീവാ സൂര്യ. ആ സിസ്റ്ററെ, ഭാമയുടെ ഹസ്ബൻഡാ, ഒന്ന് കാണാൻ പറ്റുമോ? ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാം. ആ. ഭാവന, അബിക്ക് നല്ല ടെൻഷനുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ കാണാതിരിക്കോ സൂര്യ? എല്ലാം ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അറിയില്ല, നോക്കാം.